ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 33ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോണത് ഒരു SP ഫാർമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ SP കിട്ടാൻ പ്രത്യേകിച്ച് വേറെ വഴിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ആർമറും ടൂൾസൊക്കെ ഇപ്പോൾ മെൻ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളെ കയ്യിൽ ഇനി എന്തെങ്കിലും ഡാമേജൊക്കെ കാര്യങ്ങളൊക്കെ പറ്റിയാൽ നമുക്ക് ഇത് മെൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു SP ഫാർമില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇത്രയും കാലമായിട്ട് നമ്മൾ SPക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നത് നമ്മളെന്തെങ്കിലും ട്രേഡ് ചെയ്തിട്ട് അവരേക്ക് നിന്ന് കിട്ടുന്ന SP വെച്ചിട്ടാണ് നമ്മൾ മെൻ്റ് ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ SP ഫാർം സെറ്റ് ചെയ്യാൻ പോണത് എൻഡിലാണ്. നമ്മളൊരു എൻ്റർമാൻ ഫാമാണ് റെഡിയാക്കാൻ പോണത്. അതാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതും അതുപോലെ തന്നെ എഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യണതും അതാണ്. ഇപ്പോൾ ഏകദേശം നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മളൊരു സിമ്പിൾ ഫാർമാണ് റെഡിയാക്കാൻ പോണത്. അതുപോലെ നമുക്ക് സിമ്പിൾ ഐറ്റംസ് തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കൊരു ഷൾക്കർ ബോക്സ് ക്ലീൻ ആക്കി വെക്കാം. നമ്മളെ കയ്യിലുള്ള ഒരു ഷൾക്കർ ബോക്സ് വിട്ടതിൻ്റെ ശേഷം അതിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് കൈക്കെടുക്കാം. ഇതിൽ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇനി നമുക്ക് കറക്റ്റിനെ പെട്ടിയിൽ മാറ്റി വെക്കാം. ഇതിൽ നമുക്ക് സ്റ്റോൺ വെക്കാം. ഇനി നമുക്ക് ഡേർട്ട് ഇതിലാക്കി വെക്കാം. ഇനി കുറച്ച് നമ്മളെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് എന്തെങ്കിലും ബിൽഡിങ്ങിന് ആവശ്യം വരും. നമ്മൾ ഇൻവെൻട്രി അങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൾക്കർ ബോക്സും നമ്മളെ കയ്യിൽ ഇപ്പോൾ 56 പോച്ചോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ബ്രെഡ് എടുക്കാം. എൻ്റെക്ക് പോകുന്നതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ആവശ്യം വരും ഫുഡിന്. വേറെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഐറ്റംസ് എടുക്കൽ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷൾക്കർ ബോക്സ് ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് കുറച്ചധികം ലീവ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 2 ഷിയർ ക്രാഫ്റ്റ് ചെയ്യാം. 2 ഷിയറിന് നമുക്ക് 4 അയൺ വേണം. ഒരു ഷിയർ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആവശ്യം വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിട്ട് പോയിക്കാണ്ട് കുറച്ച് ലീവ്സ് കളക്ട് ചെയ്തിട്ട് വരാം. നമ്മൾ ഈ ഏരിയയിൽ തന്നെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിമ തന്നെ നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കളക്ട് ചെയ്യട്ടെ. നമുക്ക് ഏകദേശം 10 സ്റ്റാക്കോളം നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. അത് നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. 9 സ്റ്റാക്കും 40 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഷെയർ പൊട്ടിപ്പോയി. നമുക്കെന്തായാലും 9 സ്റ്റാക്കിന് ആവശ്യം വരുള്ളൂ. നമ്മൾ പിന്നെ 40 നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല. അതങ്ങനെ നമ്മൾ പെട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രിക്കാണ്. അത് നമ്മളെ പെട്ടിക്കകത്ത് തന്നെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചെടുക്കാം. ഈ പെട്ടിയിൽ ഇല്ല, മേലത്തെ പെട്ടിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമുക്ക് 2 സ്റ്റാക്ക് നമുക്ക് എടുക്കാം. ഒരു സ്റ്റാക്കിൻ്റെ ആവശ്യം ഇല്ല നമുക്ക്. എന്തായാലും കൈക്ക് ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സ്ലാബാണ്. അത് നമുക്ക് ഒരു 64 നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് അതിൻ്റെ പകുതി എടുക്കാം. 32 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആർമർ സ്റ്റാൻഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിക്ക് കറക്റ്റായിട്ട് അറിയില്ലേന്ന്. അപ്പോൾ നമുക്ക് സ്മൂത്ത് സ്റ്റോണിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴൊന്ന് ക്രാഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളെ പെട്ടിക്കകത്ത് ഇരിക്കേണ്ടത് തന്നെയാണ്. എന്താ ഇവിടെ 21 ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്നെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള സ്റ്റിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്രാഫ്റ്റ് ചെയ്യാം. അതന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാരലിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതും നമ്മളെ പെട്ടിയിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് 2 ബാരൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോപ്പറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇനി നമുക്ക് റെഡ് സ്റ്റോൺ പെട്ടിയിൽ നിന്ന് കുറച്ച് അയൺ എടുത്തതിൻ്റെ ശേഷം നമ്മളതിൽ 7 ഹോപ്പർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അയണിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. കാരണം നമ്മളതിൽ ചെസ്റ്റ് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. നമ്മളതിൽ അതുപോലെ തന്നെ അയണും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആകെപ്പാടെ കളക്ട് ചെയ്യാൻ പറ്റുന്നത് എൻഡർപേൾ മാത്രമാണ്. നമുക്ക് അത്രയും തോന്നെ എൻഡർപേളിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്കൊരു ബാരലിൽ ഫുള്ള് എൻഡർപേൾ എന്തായാലും കിട്ടും. അതിന് തന്നെ എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ ഹോപ്പറും അതുപോലെ തന്നെ ചെസ്റ്റും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സിമ്പിൾ ഫാർമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇനി നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നേരെ എൻഡിലേക്ക് പോകണം. അപ്പോൾ എൻഡിലെത്തിയിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. നമ്മളങ്ങനെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഫാം റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ എൻഡിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ 2-3 പ്രാവശ്യമായിട്ട് എൻഡിലേക്ക് വന്നിട്ടുള്ളൂ. നെതറിനെക്കാട്ടിനൊക്കെ കൂടുതൽ പേടിയുള്ളത് എൻഡാണ്. നെതറിൽ നമുക്ക് ലാവനെ മാത്രം പേടിച്ചാൽ മതി. അതുപോലെയല്ല ഈ ഭാഗത്ത്. ഇവിടെ നമുക്ക് ടോട്ടുണ്ടായാലും നമ്മൾ വോയിഡിൽ വീണാൽ എല്ലാം തീർന്ന് പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ആർമറും ടൂൾസും ഒക്കെ പോവും. അപ്പോൾ ഈ ഭാഗത്ത് വരാനാണ് ഒന്നും കൂടി പേടി. നമുക്ക് ഏകദേശം ഈ വോയിഡിലായിട്ടാണ് നമുക്ക് ഫാം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടി പേടിയായി. എന്തായാലും നമുക്ക് അതൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫുള്ള് ധൈര്യം വെച്ചിട്ട് അത് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഷൾക്കർ ബോക്സ് ഈ ഭാഗത്തായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വെക്കട്ടെ. നമ്മളെ ഈ ഭാഗത്ത് എൻ്റർമാനൊക്കെ വന്ന് നിറയണതിന് മുന്നേ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവന്മാരെ കണ്ണുക്ക് നോക്കിയാൽ ഇവന്മാരെ നമുക്ക് അമ്പ് വെച്ച് വീഴ്ത്തിടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവന്മാരെ അമ്പ് വെക്കണതിൻ്റെ മുന്നേ തന്നെ ഇവന്മാർ ടെലിപ്പോർട്ട് ആവുന്നുണ്ട്. മുന്നാവുണ്ടോ അറിയില്ല. അമ്പ് കൊണ്ടുകൊണ്ട് നിലത്തേക്ക് വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ഡീസ്പോൺ ആവുന്നുണ്ട് അമ്പും.
അതുപോലെ തന്നെ ഇവമ്മ അയ്യോ അവനവിടെ ഈ ഭാഗത്തൊന്നും കാണാനില്ല, പക്ഷെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ അരുവിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒറ്റ തട്ടിയിടലാവും നമ്മളെ, അല്ലെങ്കിൽ അടിയത്തെ ബ്ലോക്ക് എടുത്തുകൊണ്ടാവും. എന്തായാലും വന്നിട്ടുണ്ട്, ഇവനൊന്ന് തീർക്കട്ടെ. നമുക്കെന്തായാലും എൻട്രപ്പോൾ ആവശ്യമായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അഥവാ വീടേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ യൂസ് ആവും. ഞാൻ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും എലൈറ്റർ ഇട്ട് കണ്ട് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കും, അപ്പോൾ അറിയാതെ പോയി കണ്ട് വീടേക്ക് വിൽക്കും. അയ്യോ പറഞ്ഞിട്ട് വിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഇടുമ്പോൾ എവിടെ എൻട്രപ്പോളൊന്നും വർക്കാവണില്ലല്ലോ. അത് ഞാൻ എൻട്രപ്പോൾ എറിഞ്ഞത് നല്ലപോലെ ആയില്ലേ, അത് നല്ലപോലെ ആയിട്ടില്ല തോന്നുന്നു. അതുകൊണ്ടാണ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ പോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെന്തെങ്കിലും വലിയ വലിയ ബിൽഡ് ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കും വീടിൽ. അപ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് കാലെത്തിയാണ്ട് വീടേക്ക് വീണാൽ എൻട്രപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ മേലെ സ്പോൺ ആവേണ്ടതാണ്. എൻട്രപ്പോൾ നല്ലപോലെ എറിഞ്ഞാൽ മേലെ സ്പോണാവും, നല്ലപോലെ എറിയണം എന്നുള്ളൂ. അതെന്തായാലും ഇപ്പോൾ മനസ്സിലായി. പിന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടി നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ പറന്ന് പോവാം, വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എലൈറ്റർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ടൈം എന്തായാലും കിട്ടും. കുറച്ചും കൂടി നമുക്ക് താഴ്ചയ്ക്ക് പോയാലാണ് നമുക്ക് ഡാമേജ് എടുക്കുള്ളൂ. പിന്നെ നമ്മളെ എലൈറ്ററൊക്കെ ഏകദേശം ഫുള്ള് മെൻറ്റാണ്, പൊട്ടാനൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അത്രയും കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐറ്റംസിൻ്റെ പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടൈമായിട്ട് ലീപ്സും അതുപോലെ തന്നെ വാട്ടർ ബക്കറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. വാട്ടർ ബക്കറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു വാട്ടർ ബക്കറ്റ് ഇവിടെ ഒഴിച്ച് വെക്കണം. ഇനി വെള്ളം താഴെ എത്തുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെന്തായാലും എത്തിയിട്ടുണ്ടാവും. നമുക്ക് വൈ ലെവൽ 0 എത്തിക്കണം. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് വൈ ലെവൽ 57 അപ്പോൾ നമുക്കൊന്ന് 0 എത്തുന്ന വരെ ഇതുപോലെ ഒന്ന് ലീപ്സ് വെച്ച് പോകണം. ഒന്ന് കാണിച്ചു തരാം. എലൈറ്റർ എന്തായാലും ഇട്ടിട്ടുണ്ട്, ഉറപ്പ് വരുത്തി. ഇതുപോലെ നമുക്ക് 0 വരെ ഒന്ന് എത്തിക്കണം. നമ്മളങ്ങനെ വൈ ലെവൽ 6 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയാവൽ തുടങ്ങി. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ വാട്ടറും ഇല്ല, വാട്ടർ ഇത്ര വരെ തന്നെ പോവുള്ളൂ, ഇതിൻ്റെ താഴത്തേക്ക് വരില്ല. അങ്ങനെ നമ്മൾ കറക്റ്റിന് വെക്കാൻ പോവുകയാണ്. ഇനി ഒരു 2 ബ്ലോക്കും കൂടി ഉണ്ടാവും. പക്ഷെ നമ്മളെ കയ്യിലുള്ള എയർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് എയർ എടുക്കട്ടെ. ഇനി നമുക്ക് മെല്ലെ താഴത്തേക്ക് പോവാം. 2 ബ്ലോക്കും കൂടി വെക്കാനുണ്ട്. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായി. കറക്റ്റിന് വെക്കണം, താഴെ വോയിഡാണ്. ഇനി നമുക്ക് 2 ബ്ലോക്കും കൂടിയാണ് ഉള്ളത്. ഇനി അവസാനമായിട്ട് ഒരു ബ്ലോക്കും കൂടി. അങ്ങനെ നമ്മൾ എല്ലാ ബ്ലോക്കും കറക്റ്റിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലോക്ക് വെച്ച ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ബ്ലോക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേലത്തെ വെള്ളം പോയി കണ്ട് റിമൂവ് ചെയ്യാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വാട്ടർ അങ്ങനെ നമ്മൾ കൈക്കെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നേരിട്ട് അയ്യോ ഇവന്മാർ ഞാൻ ഇപ്പോൾ എൻ്റെ കണ്ണൊക്കെ നോക്കിയിട്ടില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പറന്ന് കയറാം. എലൈട്ര നമ്മൾ ഊരാത്തത് എന്തായാലും നന്നായി. ചെസ്റ്റ് പ്ലേറ്റ് ആണെങ്കിൽ ഇപ്പോൾ താഴെ കിടന്നിരുന്ന് ഇവനൊന്ന് തീർക്കട്ടെ. ഒരു ഹിറ്റിനും കൂടി ഉണ്ടാവുള്ളൂ, പക്ഷെ ഇവന് ഒരു സ്ഥലത്ത് നിൽക്കണ്ടേ. അവനെ തന്നെ തീർത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഹെൽത്ത് ഒന്ന് റീഫിൽ ചെയ്തേക്കാം എല്ലാ സമയത്തും. എപ്പോഴാണ് അടി വരിക പറയാൻ പറ്റൂല. ഇനി നമുക്ക് കുറച്ചുകൂടി ബ്ലോക്ക് എടുക്കാം. ബ്ലോക്കിൻ്റെ എന്തായാലും ആവശ്യം വരും. ഇനി ഒന്ന് കറക്റ്റ് ഒന്ന് ഇറങ്ങി കൊടുക്കണം. ഓ എന്നാലും കുറച്ച് ഡാമേജ് എടുത്ത് നമ്മളെന്തായാലും എലൈറ്റർ ഇട്ടില്ലായിരുന്നു. എലൈറ്റർ എന്തായാലും എപ്പോഴും ഇട്ടുകൊണ്ട് വെക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് 30 ബ്ലോക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് നല്ല സ്പോണ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഏരിയ നല്ല ക്ലീൻ ആക്കി വെക്കാം. നമുക്ക് അവിടുന്ന് ജമ്പ് ചെയ്യുമ്പോൾ കറക്റ്റിന് ഈ ബ്ലോക്ക് തന്നെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബ്ലോക്ക് കൂടി വെച്ച് വെക്കാം. അതായി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മേലിൽ നിന്ന് എടുത്ത് ചാടിയാലും നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലോക്കിലാവും വന്ന് വീഴുക. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കറക്റ്റിന് ഈ ഭാഗത്ത് തന്നെ ബ്ലോക്ക് വെക്കൽ തുടങ്ങാം. നമുക്ക് 30 ബ്ലോക്കല്ല വെക്കേണ്ടത്, 128 ബ്ലോക്കാണ് വെക്കേണ്ടത്. നമുക്ക് 30 ബ്ലോക്ക് വാട്ടർ ലോഗ് ചെയ്ത് വെക്കണം. അതാണ് ചെയ്യാനുള്ളത്. ചെറുതായിട്ടൊരു പേടിയുണ്ട്, ചെറുതായിട്ടല്ല നല്ല രീതിക്ക് പേടിയുണ്ട്. കാരണം നമ്മളെ തൊട്ടടിയിൽ വോയിഡാണ്. നമുക്ക് കുറച്ചും കൂടി താഴത്തേക്ക് പോയാൽ നമ്മൾ എന്തായാലും മരിക്കും. അതിൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമാവും. ഞാൻ നല്ലപോലെ തന്നെ ഷിഫ്റ്റ് ദൈവങ്ങളൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഷിഫ്റ്റിൽ നിന്ന് കൈയെടുക്കാതെ ഒന്ന് അവിടെ ഒന്ന് വെച്ച് തീർക്കട്ടത്. നമ്മളെ ബ്ലോക്കൊക്കെ തന്നെ കഴിയാനായി. ഇനി 2 ബ്ലോക്കും കൂടി ഉണ്ട്. അങ്ങനെ എല്ലാ ബ്ലോക്കും തീർന്നിട്ടുണ്ട്.
ഇതൊരുമാതിരി പാലത്തിൻ്റെ അടുക്ക് ആടുന്നുണ്ടല്ല, ഒരു ചെറിയൊരു പേടിയുള്ള പോലെ. നമ്മളങ്ങനെ ഇത് കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഷൾക്കർ ബോക്സ് ഈ ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ നമുക്കൊരു സാധനത്തിൻ്റെ കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ ഒരു വാട്ടർ ബക്കറ്റേ ഉള്ളൂ. നമുക്ക് 2 വാട്ടർ ബക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വാട്ടർ കിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ബേസിക്ക് പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്തുള്ള ബ്ലോക്കിൽ നമുക്ക് വാട്ടർ ലോഗ് ചെയ്യണം, എന്നാലാണ് കറക്റ്റിന് ഇത് വർക്ക് ആവുള്ളൂ. ബേസിക്ക് പോകാൻ നമുക്ക് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ പോർട്ടലിൽ നേരെ ഇറങ്ങി കൊടുക്കുന്നത് നമ്മളെ ബേസിക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ബെഡ് പൊട്ടിച്ചിട്ടില്ലായിരുന്നു ഇവിടുന്ന്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ആവശ്യത്തിനുള്ള ബക്കറ്റ് എടുക്കാം. അതിൽ വെള്ളവും കൊണ്ടുപോകണം, ബക്കറ്റ് മാത്രം കൊണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എൻഡിക്ക് പോവാം. അങ്ങനെ ഞാൻ ഈ ഏരിയക്കകത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ബ്ലോക്കിൽ നമുക്ക് നിൽക്കുന്ന രീതിയിൽ വാട്ടർ ബക്കറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബക്കറ്റ് വെള്ളം ഇവിടെ ഒഴിച്ച് വെച്ചാൽ മതി. നമുക്ക് ഇനി നടുക്കുന്ന് അൺലിമിറ്റഡ് ആയിട്ട് വെള്ളം കിട്ടിക്കോളും. കയ്യത്തെ ഐറ്റംസൊക്കെ ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഈ ഭാഗത്തായിട്ട് വാട്ടർ ബക്കറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലെല്ലാത്തിലും നമ്മൾ വാട്ടർ ഒഴിച്ച് വെക്കണം, എല്ലാ ബ്ലോക്കിലും ഒഴിച്ച് വെക്കണം. നമുക്ക് ഇതിൻ്റെ അടിയത്തിൽ നമ്മൾ ഷിഫ്റ്റ് നക്കരുത്, ഷിഫ്റ്റ് നക്കാതെ അങ്ങനെ ഒഴിച്ച് വെക്കണം. അപ്പോൾ ഇനി അത് പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തുനിന്ന് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് 30 ബ്ലോക്ക് ഇവിടുന്ന് വെക്കണം, 30 ബ്ലോക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഞാനൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതങ്ങനെ കംപ്ലീറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവന്മാർ ഇപ്പം തന്നെ ഇവിടെ സ്പോൺ ആയി തുടങ്ങി. കാരണം നമ്മൾ ഡേർട്ട് ബ്ലോക്ക് വെച്ചുകൊണ്ട് അതിമ സ്പോൺ ആയതാണ്. ഇവന്മാരെ മെല്ലെ ഇവിടെ നിന്ന് തള്ളിയിടേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നല്ല പണിയെടുക്കാൻ വയ്ക്കില്ല. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് മാറ്റാം. അതിന് മുന്നേ നമുക്ക് നമ്മളെ കയ്യിലുള്ള വാട്ടർ ബക്കറ്റിലെല്ലാം വെള്ളം നിറച്ച് വെക്കാം. പിന്നെ എന്തായാലും നമുക്ക് വെള്ളത്തിന് ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ വാട്ടറൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവന് ഇവിടുന്ന് ഒരു ബ്ലോക്ക് എടുത്ത് അവന്മാരൊക്കെ അത് താഴത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. പോണ്. ഇനി ഇവനും കൂടി ഒന്ന് പോയി കിട്ടണം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഉന്തിട്ടാൽ മതി. പോണ്. ഈ ഒരു ഏരിയക്കകത്ത് കാണാനും പോലും ഇല്ല. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് വെച്ചാൽ അവന്മാർ ഇവിടെ സ്പോൺ ആവും. അപ്പോൾ നമ്മൾ അത് നോക്കി കണ്ടൊക്കെ വേണം ബ്ലോക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഏരിയയിൽ ഒരു 6 ബ്ലോക്ക് സെറ്റ് ചെയ്യണം. ഇതുപോലെ 2, 2, 4, പിന്നെ ഈ സൈഡിലും ഒരു ബ്ലോക്കും കൂടി. അങ്ങനെ നമുക്ക് ടോട്ടൽ 6 ബ്ലോക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യണം. അത് ഒരു ഐറ്റിൽ കൂട്ടി കൊടുക്കും വേണം. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് 2 ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പുറ സൈഡിലൊന്ന് ചെയ്യണം, കാണിച്ചു തരാം. ആദ്യം നമ്മൾ മെല്ലെ ഇറങ്ങിയതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക. ഈ ഭാഗത്തും ഇതും ഒന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. ഇനി നമുക്ക് എൻ്റർപ്രൈസുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാരൽ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കണേ. ഇനി ഒരു ഹോപ്പർ ഇതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഹോപ്പറിൻ്റെ ഭാഗത്ത് ഒരു ലീപ്സ് വെച്ചതിൻ്റെ ശേഷം ബാക്കി ബ്ലോക്കൊക്കെ ടെമ്പററി ബ്ലോക്ക് വെക്കണം 30 എണ്ണം. അതിൻ്റെ മുന്നേ 2 ബ്ലോക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്ലോക്കും 30 ടെമ്പററി ബ്ലോക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1 വെച്ച് ഇനി 29 കൂടി ഒന്ന് വെക്കണം. അതായത് നമ്മൾ 30 വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബ്ലോക്ക് നമ്മൾ ലീപ്സ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റണം. ഇവന്മാരിപ്പോൾ തന്നെ ഇവിടെ സ്പോൺ ആയി തുടങ്ങി. ഇവന്മാരെ മെല്ലെ ഒന്ന് താഴത്തേക്ക് ഒന്ന് തള്ളിയിടണം. നമ്മളെന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ നിൽക്കണില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ അവനെ താഴത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ വെച്ച ഡേർട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റണം. അതായത് നമ്മൾ ഏകദേശം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവന്മാർ 3-4 ആൾക്കാർ സ്പോൺ ആയിട്ടുണ്ട്. നമ്മളെന്തായാലും എലക്ട്രും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് താഴത്തേക്ക് വീണാലും നമ്മൾ ഈ റോക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മേലേക്ക് വരാൻ പറ്റും. അങ്ങനെ ഇവന്മാരെ കംപ്ലീറ്റ് താഴത്തേക്ക് വീഴ്ത്തിയിട്ടുണ്ട്. ഒരുത്തനോട് സ്പോണായി. അവൻ്റെ കണ്ണൊക്കെ നോക്കാതിരുന്നാൽ മതി. ഇനി നമുക്ക് ഈ ബ്ലോക്കിൽ നിന്ന് ഒരു 3 ബ്ലോക്ക് ബാക്ക് തന്നെ വെക്കണം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ബാക്കി സ്ലാബ് വെക്കണം. ഇതുപോലെ 18 ബ്ലോക്ക് സ്ലാബ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ 5 ബ്ലോക്ക് ലീപ്സ് വെക്കണം. എല്ലാ ഏരിയയിൽ നിന്നും 5 എണ്ണം വെക്കണം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യട്ടെ. അതും അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും 5 ബ്ലോക്ക് ഇപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ സെറ്റ് ചെയ്ത് വെക്കണം. അത് നമ്മൾ കറക്റ്റിന് ഈ ബ്ലോക്ക് അല്ലാതെ അതിന് തൊട്ടപ്പുറത്തെ ഈ ബ്ലോക്കിൽ നിന്നാണ് സെറ്റ് ചെയ്യേണ്ടത്. ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെയറായി 3. അപ്പോൾ തന്നെ 4 സ്റ്റെപ്പ് ഇങ്ങനെ റെഡിയാക്കി വെക്കണം. ഇനി ഒരു ബ്ലോക്ക് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ കറക്റ്റിന് സ്ലാബിൻ്റെ നിരക്കണം ഇത്. ഇനി നമ്മൾ ബാരലിൻ്റെ അടുത്ത് 2 ലീപ്സ് വെച്ച് അവിടെ ഇതൊന്ന് എത്തിക്കണം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ എത്തിക്കട്ടെ. നമ്മളങ്ങനെ ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു ബ്ലോക്ക് കൂടി വെച്ചാൽ മതി. ഇപ്പോൾ കറക്റ്റിനായി. ഈ ഭാഗത്തായിട്ടാണ് നമ്മളെ കില്ലിംഗ് ചേമ്പർ വരുന്നത്.
ഇനി നമുക്ക് കില്ലിംഗ് ചേമ്പറിൻ്റെ അകത്തുള്ള എല്ലാ ഭാഗത്തും 3 ബ്ലോക്ക് ഹൈറ്റിലൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ നടുക്കത്തെ ബ്ലോക്കിലൊന്നും വെക്കണ്ട, അത് നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ബ്ലോക്കിലൊന്നും സെറ്റ് ചെയ്ത് വെക്കണം. ഇവൻ്റെ കണ്ണുക്കറിയാതെ നോക്കിയാൽ നമുക്ക് പണി കിട്ടും. ഇനി ഇതിൻ്റെ മേലത്തെ ബ്ലോക്കിലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇവന്മാർ കില്ലിംഗ് ചേമ്പർക്ക് വരുന്ന ഈ ഭാഗത്തുനിന്ന് നമുക്ക് 2 ബ്ലോക്ക് ഒന്നും കൂടി ഹൈറ്റ് കൂട്ടണം. ഇതിൻ്റെ 3 ഭാഗത്ത് ഇതുപോലെ ഒന്ന് ബ്ലോക്ക് വെച്ച് കവർ ചെയ്തെടുക്കണം. എന്നാലേ ഇവന്മാർ കറക്റ്റിന് ഈ ബ്ലോക്കിൽ വന്നിരിക്കുകയുള്ളൂ. അടുത്തതായിട്ട് ഈ ബ്ലോക്കിൻ്റെ വീതി ഒന്നും കൂടി നമ്മൾ കൂട്ടി കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ബ്ലോക്ക് കൂടി നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. കറക്റ്റിന് ഈ ബ്ലോക്കിൽ വന്ന് വീഴാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവന്മാർ പുറത്തേക്ക് വീണ് പോകും. നമുക്ക് കുറച്ചുകൂടി വാട്ടറിൻ്റെ ആവശ്യമുണ്ട്. അത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ വെള്ളം ഒഴിച്ച് വെക്കാം. നേരത്തെ പോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യണം. അതതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ വെച്ച എല്ലാ ബ്ലോക്കിലും നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കണം. നമ്മൾ ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തുനിന്ന് വരെ നമുക്ക് വെള്ളം ഒഴിച്ച് വരണം. ഇവന്മാർ ഇപ്പം തന്നെ ഇവിടെ സ്പോണായി. എല്ലാ ബ്ലോക്കിലും ഓരോന്ന് വെച്ചിട്ട് സ്പോണായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് സ്പോണാവുന്നുണ്ട്. ഇതിനായിട്ട് വലിയ ഫാം ഉണ്ടാക്കാൻ പറ്റും എൻ്റർമാൻ്റെ തന്നെ, പക്ഷേ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാനത് ക്രാഫ്റ്റ് ചെയ്ത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ലെവൽ ഇതിൽ നിന്ന് കിട്ടും. രണ്ടിൽ ഏകദേശം ഒരേപോലെ തന്നെയാണ് ലെവൽ കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. നമ്മളിതിലൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് ഇവന്മാരെ ടെലപ്പോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹിറ്റ് കൊടുക്കുമ്പോൾ ഇവന്മാരെ എല്ലാവരും ടെലപ്പോർട്ടാവും. അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അതുതന്നെ എല്ലാ ബ്ലോക്കിലും നമ്മൾ വെള്ളം കറക്റ്റിന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലത്തെ ബ്ലോക്കിലും കൂടി വെള്ളം ഒഴിച്ച് വെക്കണം. ഇതുപോലെ ഒന്ന് മേലത്തെ ബ്ലോക്കിലും സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ എല്ലാ ഏരിയക്കും വെക്കണം. ഇനി നമുക്ക് കുറച്ച് ഏരിയ കൂടി വെക്കാനേ ഉള്ളൂ. ഈ ഏരിയക്കകത്ത് കുറച്ചും കൂടി ഉണ്ട്. ഇനി താഴത്തെ ഈ ബ്ലോക്കിലും കൂടി ഒന്ന് വെക്കണം. അതും കൂടി ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യട്ടെ. അതായത് നമ്മൾ എല്ലാ ബ്ലോക്കിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏരിയ ഒന്ന് പൊട്ടിച്ച് മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ ഇവന്മാർ സ്പോൺ ആവും. അതായത് നമ്മൾ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കില്ലിംഗ് ചേമ്പറാണ് സെറ്റ് ചെയ്യാനുള്ളത്. അതിൻ്റെ മുന്നേ നമ്മളെ കയ്യിൽ കുറച്ചുകൂടി ചെസ്റ്റും ഹോപ്പറുണ്ട് നമുക്ക് എൻ്റർപ്രൈസിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാരലിലും നമുക്ക് ആവശ്യത്തിനുള്ള എൻ്റർപ്രൈസിൽ കിട്ടും. നമുക്കെന്തായാലും അത് സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല തോന്നുന്നുണ്ട്. കുറച്ച് തന്നെ നമുക്ക് എൻ്റർപ്രൈസിൻ്റെ ആവശ്യം വരുള്ളൂ. ഇവനതിൽ നിന്ന് നമുക്ക് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഇതാണ് നല്ല മാർഗം. നമുക്കാണെങ്കിൽ ഹിറ്റ് കിട്ടില്ല. വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, അവൻ അവിടെ കിടന്ന് ചത്തോളും. അവനെന്തായാലും മരിച്ചു വീണിട്ടുണ്ട്. നമുക്ക് വെള്ളം തിരിച്ചെടുക്കാം. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് കില്ലിംഗ് ചേമ്പർ സെറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ആർമർ സ്റ്റാൻഡ് കൊടുന്ന്, പക്ഷെ നമുക്ക് ഒരു സാധനം കൂടി കൊണ്ടുവരാണ്ട്. നമുക്ക് ട്രാപ്പ് ഡോറിൻ്റെ കൂടി ആവശ്യമുണ്ട്. അതും കൂടി വെച്ചാലാണ് നമുക്ക് കറക്റ്റിന് അവിടെ നിൽക്കുള്ളൂ, അവന്മാരെ അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് വീട്ടിൽ പോയി കണ്ട് പെട്ടെന്ന് എടുത്തോണ്ടിട്ടെ. നമുക്ക് എളുപ്പമാണ് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ പോർട്ടൽ വഴി പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്താൻ പറ്റും. ഇനി ഇവിടുന്ന് സാധനം എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് എൻഡിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാപ്പ് ഡോർ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലല്ല, ഇതൊന്ന് പൊട്ടിച്ച് മാറ്റണം. നമുക്ക് മേലെ ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ, ഇതിൻ്റെ കറക്റ്റ് മേലല്ല, ഇതും ഏകദേശം ഈ ഒരു ഏക്കത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ആർമർ സ്റ്റാൻഡ് ഈ ഭാഗത്തായിട്ട് വെക്കണം. ഈ ട്രാപ്പ് ഡോറിൻ്റെ മേലായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇത് കുറച്ച് തിരിഞ്ഞിരുന്നിങ്ങനെ, അതിനൊന്നും വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല. ഇതുപോലെ ഒന്ന് വെക്കുക. ഇനി നമുക്ക് ഈ ഷൾക്കർ ബോക്സ് ഒന്ന് പൊട്ടിച്ച് മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് ഇവന്മാർ സ്പോണാവും. അപ്പോൾ നമ്മളെ ഫാമിന് പണി ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ ഫാമിന് പണി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം, SP കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഏരിയക്ക് എത്തിയതിന് ശേഷം ഈ ട്രാപ്പ് ഡോർ ഒന്ന് ഓണാക്കി വെക്കുക. ഇനി ഈ ഏരിയയിൽ നിന്ന് നേരക്ക് നോക്കിയാൽ മതി, അവന്മാരെ കണ്ണുക്കനാവും നേരെ നമ്മൾ നോക്കണത്. ഇതുപോലെ ഒന്ന് നിന്ന് കൊടുക്കുക. അപ്പോൾ അവന്മാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. നമുക്ക് ഇവിടെ നിന്നിട്ട് സുഖമായിട്ട് ഇവന്മാരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഏരിയക്കകത്ത് നോക്കിക്കൊണ്ട് തന്നെ നിന്നാൽ മതി. പക്ഷെ നമുക്ക് വേറെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മളെ സോഡിൽ ഫയർ ആസ്പെക്റ്റ് ഉണ്ട്. ഫയർ ആസ്പെക്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ വെച്ച ആർമർ സ്റ്റാൻഡ് കത്തിപ്പോവും. അപ്പോൾ ഇത് പൊട്ടിപ്പോവും, ആർമർ സ്റ്റാൻഡ് എന്തെങ്കിലും പൊട്ടിപ്പോവും. എന്നാലും നമുക്ക് SP കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അയ്യോ എടാ ഇന്ന അറ്റാക്ക് ചെയ്യലടാ. നമ്മൾ ആ ട്രാപ്പ് ഡോർ ഒരിക്കലും തുറക്കരുത്, ഇവന്മാർ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഇവന്മാരൊന്ന് തീർക്കട്ടെ. നമ്മൾ ആർമർ സ്റ്റാൻഡ് എന്തെങ്കിലും കത്തിപ്പോയിട്ടുണ്ട്. നമ്മളതിൽ ഫയർ ആസ്പെക്റ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ എത്ര അധികം എൻ്റർപ്രൈകൾ കിട്ടി. കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഈ ട്രാപ്പ് ഡോർ എന്തെങ്കിലും അടച്ച് വെക്കണം നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമുക്ക് ആർമർ സ്റ്റാൻഡ് ഇല്ലാതെ ഒന്നുകൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതുപോലെ ഒന്ന് നോക്കി നിൽക്കണം.
നമ്മളീ നോക്കണത് വേറെ സൈഡിലേക്ക് തിരിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ സ്പോൺ പോലെ പിന്നെ വരില്ല. ഇവന്മാരും അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നിട്ട് സുഖമായിട്ട് ഇങ്ങനെ തീർക്കാനും പറ്റും. SP നമുക്ക് കിട്ടൽ തുടങ്ങിയിട്ടുണ്ട്. 25 ലെവലായി. 26 ഇപ്പോൾ ആവും. പെട്ടെന്ന് തന്നെ നമുക്ക് SP ആവുന്നുണ്ട്. ഇവന്മാർ പെട്ടെന്ന് സ്പോൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഏരിയക്കകത്ത് വരുന്നുണ്ട്. നമ്മൾക്ക് കയ്യിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് മെൻഡ് ചെയ്തെടുക്കുക. നമ്മളെ ആക്സ് ഏകദേശം മെൻഡായിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഒന്ന് മെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് കയ്യിലിങ്ങനെ പിടിച്ചിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ മെൻഡ് ആയിക്കോളും. ഇവന്മാർ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ SP നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പിക്കാസ് മെൻഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഷവലാണ് കുറച്ചുകൂടി നമുക്ക് മെൻഡാവുള്ളത്. അത് കുറച്ച് ഡാമേജ് അതിന് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷവലും ഏകദേശം മെൻഡായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐറ്റം ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ നമ്മളെ ഇൻവെൻട്രിയിൽ. വേറെ ഐറ്റംസ് ഒന്നുമില്ല നമുക്ക് മെൻഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമുക്ക് കുറച്ചൊരു ലെവൽ ഇവിടുന്ന് കൊണ്ടുപോവാം. കാരണം എന്താ വെച്ചാൽ നമ്മളെ ബോ ഒന്ന് മെൻഡ് ചെയ്തെടുക്കണം. നമ്മൾ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ലെവൽ കിട്ടി. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എൻഡർപോളും കിട്ടിയിട്ടുണ്ട്. കുറച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. ഇനി നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും ഐറ്റംസ് മെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് SP-ക്കൊക്കെ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ ഏരിയക്കകത്ത് വന്നാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ടത്ര SP കിട്ടിക്കോളും. നമ്മൾ ഓവർ വേൾഡിൽ നൈറ്റാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉറങ്ങി നിൽക്കാം. ഇനി നമുക്കൊരു ഫയർ ആസ്പെക്റ്റ് ഇല്ലാത്തൊരു സോഡ് അവിടെ ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് സാധാ ഒരു സോഡ് മതി, നെതറൈറ്റിനൊന്നും ആവശ്യമില്ല. നമുക്കൊരു ഡയമണ്ടിൻ്റെ സോഡ് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. കുറച്ച് എമറാൾഡ് നമുക്ക് ആദ്യം തന്നെ കൈക്ക് എടുക്കാം, ബുക്ക് വാങ്ങാനും വേണ്ടിയിട്ടും. അതുപോലെ തന്നെ നമുക്ക് സോഡും ഇവന്മാരെ കൈക്കൊന്ന് വാങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് സോഡ് ഇവന് നമുക്ക് തരുന്നുണ്ട്. ഇവനെ കൈക്കൊന്ന് നമുക്ക് വാങ്ങാം. പക്ഷേ ഇതിൽ ഫയർ ആസ്പെക്റ്റ് ഉണ്ട്, നമുക്കെന്തെങ്കിലും ഒഴിവാക്കി കളയാം. ഇവൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ബുക്ക് വാങ്ങണം, അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹാൻഡ് വീലും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരെ എൻഡിലേക്ക് പോവാം. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് എൻജാൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എൻജാൻറ്റിങ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നേരെ നമ്മളെ SP ഫാർമിലേക്ക് ഒന്ന് പോവാം ആദ്യം തന്നെ. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് എല്ലാ ബുക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പോകുമ്പോൾ ഒരു 30 ലെവലാക്കിയിട്ട് പോകണം, നമ്മുടെ ബോ ഒന്ന് മെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് എൻജാൻറ്റ് ചെയ്തെടുക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ ഷാർപ്പ്നെസ് 3 ആണുള്ളത് എല്ലാ ബുക്കും. അതൊന്ന് ഷാർപ്പ്നെസ് 5 ആക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് തമ്മിൽ ഒന്ന് നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കാം. 2 ഷാർപ്പ്നെസ് 4 ഉണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പ്നെസ് 5 ആക്കി കിട്ടും. അങ്ങനെ നമ്മൾ ഷാർപ്പ്നെസ് 5 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബുക്കും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഷാർപ്പ്നെസ് 5 ആഡ് ചെയ്യണ്ട, നമുക്ക് ആദ്യം മെൻഡിങ്ങും അതുപോലെ അൺബ്രേക്കിങ്ങും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അൺബ്രേക്കിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഷാർപ്പ്നെസ്സും അതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. സീപ്പിംഗ് അടിച്ച് നമുക്ക് ഇടാനുള്ള SP നമ്മളെ കയ്യിലില്ല. അപ്പോൾ കുറച്ചുകൂടി SP നമുക്ക് ഇവിടെ നിന്നിട്ട് ഒപ്പിക്കണം. അതിന് മുന്നേ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റാം, അല്ലെങ്കിൽ ഇവന്മാർ ഇവിടെ സ്പോൺ ആവും. ഇനി നമ്മൾ ആർമർ സാൻഡ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരില്ല തോന്നുന്നുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ ഇവന്മാരെ കണ്ണിലിങ്ങനെ നോക്കിയിരിക്കണം. അവന്മാരെല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടെ എത്തേണ്ടതാണ്, വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആർമർ സാൻഡിന് ഇങ്ങനെ വെട്ട് കൊടുത്താൽ മതി. കറക്റ്റിന് അവന്മാർക്ക് ഡാമേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ SP ഇവിടുന്ന് കൂടുന്നുണ്ട്. ഇവന്മാരൊന്ന് തീർക്കട്ടെ. നമുക്കതിന് ആവശ്യത്തിനുള്ള SP കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എൻജാൻറ്റ് ചെയ്തെടുക്കാം. നമ്മളെ ഹാൻഡ് വീൽ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ സോഡ് എടുത്ത് ഒന്ന് എൻജാൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ സോഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്ക് ബാക്കും അതുപോലെ തന്നെ ലൂട്ടിങ്ങും പിന്നെ ഫയർ ആസ്പെക്റ്റാണ് ഇതിൽ കുറവുള്ളത്. അതെന്തായാലും നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല. ലൂട്ടിങ്ങിൻ്റെ ആവശ്യം നമുക്ക് തീരെ വരുന്നില്ല, കാരണം നമ്മളെ പെട്ടി ഇപ്പം തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതുപോലെ ഒന്ന് നോക്കി നിന്നാൽ മതി. ഇവിടെ ഇവന്മാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും ഇവന്മാരെ ഹിറ്റ് കൊടുക്കണമെന്നില്ല, എപ്പോഴേലും ഒന്ന് കൊടുത്താൽ മതി. എന്തായാലും ഇവന്മാർക്ക് നല്ല ഡാമേജ് വരും. എൻറ്റിറ്റി ഗ്രാവിറ്റി കാരണം ഇവന്മാർക്ക് നല്ല ഡാമേജ് എന്തായാലും കിട്ടും. എന്തായാലും ഒരു ബ്ലോക്കിൽ ഇവന്മാരെല്ലാവരും വന്ന് നിൽക്കണത്. അപ്പോൾ 22, 23 നല്ല ആൾക്കാർ ഇതിൽ എന്തായാലും ഉണ്ടാവും. നമുക്കെന്തായാലും SP-ക്കൊന്നും എന്തായാലും ഒരു കുറവും കാര്യങ്ങളൊന്നും വരാൻ പോണില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല രീതിക്ക് ഇപ്പോൾ തന്നെ SP കിട്ടൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമ്മളെ SP നല്ല രീതിക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും മെൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ എന്തെങ്കിലും എൻജാൻറ്റിങ്ങിനൊക്കെ ആവശ്യത്തിന് നമുക്ക് SP വേണമെങ്കിൽ ഈ ഭാഗത്തേക്കൊന്ന് വന്നാൽ മതി.
ഇപ്പോൾ തന്നെ നമുക്ക് 18 ലെവലായി. നമുക്കൊരു 30 ലെവലിൻ്റെ ആവശ്യം വരുന്നുണ്ട് നമ്മളെ ബോ ഒന്ന് മെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യട്ടെ. നമുക്കങ്ങനെ ബോ മെൻഡ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ലെവൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ പോവാം. ഇനി നമ്മളെ കയ്യിലുള്ള ബോ ഒന്ന് മെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോ ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 3 സ്ട്രിങ്ങും അതുപോലെ തന്നെ 3 സ്റ്റിക്കുമാണ് ആവശ്യമുള്ളത്. അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റിന് കിട്ടില്ല. അതൊന്ന് മാറ്റി വെച്ച് കൊടുത്താൽ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബോ ഫുള്ള് മെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. പക്ഷേ ഇത് എപ്പോഴും ഇതുപോലെ ഒന്ന് മെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോ വെച്ചുകൊണ്ട് മെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ആർമറും ടൂൾസൊക്കെ എല്ലാ ടൈമിലും മെൻഡായിരിക്കും. അപ്പോൾ നമുക്ക് അധികം പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.